നമസ്തേ, വെൽക്കം ടു മുംബൈ മലയാളി യൂട്യൂബ് ചാനൽ. ഞാനിപ്പോൾ നിൽക്കുന്നത് കൊൽക്കത്തയില് വിശ്വഭാരതി യൂണിവേഴ്സിറ്റി രവീന്ദ്രനാഥ ടാഗോറിന്റെ ജന്മസ്ഥലമാണ്. ഞാൻ നിങ്ങളെ കാണിക്കാം ആ ഏരിയ. ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് ടാഗോർ ഫാമിലി താമസിച്ചിരുന്ന വീടായിട്ടാണ്. ഇതിന്റെ മെയിൻ ഗേറ്റ് ആണ് ഈ കാണുന്നത്. ഇത് പഴയ ട്രാം, ഇന്ത്യയിലെ ആദ്യത്തെ അതുപോലെ ഒരേ ഒരു ട്രാം സർവീസ് ഇവിടെയാണുള്ളത്. ഇതാണ് അതിന്റെ എൻട്രി ഗേറ്റ് ആണ്. അപ്പൊ നമ്മൾ എന്തായാലും ഈ വീഡിയോ അകത്തോട്ട് എടുക്കാൻ പറ്റത്തില്ല. രവീന്ദ്ര ഭാരതി വിശ്വവിദ്യാലയം. അപ്പോൾ അവിടെ രവീന്ദ്ര ഭാരതി വിശ്വവിദ്യാലയത്തിൽ അകത്തോട്ട് എൻട്രി ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ തിരികെ പോന്നു. ഇനിയൊരിക്കലാകാം അകത്തോട്ട് പോകാൻ ട്രൈ ചെയ്യാം. എന്തായാലും ഞങ്ങൾ ആ ട്രാം റെയിൽ റൂട്ട് പിടിച്ചു പോവുകയാണ്. അത് നിങ്ങളെ കാണിക്കാം. ഇത് കണ്ടോ, പുതിയ ബസ്സുകളൊക്കെ അവിടെ, അതായത് ഏറ്റവും ലേറ്റസ്റ്റ് ബസ്സുകളൊക്കെ ഉണ്ട്. പഴയതിന്റെയും പുതിയതിന്റെയും ഒരു മുഖമുദ്രയാണ് കൊൽക്കത്ത സിറ്റി എന്ന് പറയുന്നത്. ട്രാം റെയിലിലെ ഭാഗങ്ങളൊക്കെ കാണുന്നുണ്ട്. പഴയ ട്രാം കടന്നു പോകുന്ന ഏരിയയാണ്. അങ്ങോട്ട് ഞങ്ങൾ പോയിട്ട് നോക്കുകയാണ്. ട്രാമിന്റെ എന്തെങ്കിലും ഒരു അവശിഷ്ടം, അതിന്റെ ഒരു സ്കെലിറ്റനെങ്കിലും ട്രാമിൽ പോകുന്നുണ്ടോ എന്നൊന്നും അറിയത്തില്ല. എന്തായാലും പോയി നോക്കാൻ മുന്നോട്ട് വിചാരിക്കുന്നു. ഇവിടെ രണ്ട് ട്രാം ഒരേ സമയം കടന്നു പോകാനുള്ള സ്ഥലമുണ്ട്. രണ്ട് സൈഡിലും കാണാം. അങ്ങോട്ടും ഇങ്ങോട്ടും വരാവുന്ന രീതിയിലാണ് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പൊ ഏകദേശം നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട്. ആ ട്രാം ടെർമിനസിന്റെ അടുത്തായിട്ട് എസ്പ്ലനേഡ് ട്രാം ടെർമിനസ് ആണ് ഇവിടെ. ഇങ്ങനെ ട്രാം വരുന്ന വഴിയൊക്കെ കാണാം നമുക്ക്. അത് അങ്ങനെ റൈറ്റ് സൈഡിലൂടെ വരും. നമുക്ക് അത് കണ്ടിട്ട് നോക്കാം. സൈഡിലോട്ട് പോവാണ്. ഈ കാണുന്ന നമ്മുടെ ട്രാം പോകുന്ന വഴിയാണ്. അപ്പൊ ഇതിന്റെ ടെർമിനസ്, ട്രാം ടെർമിനസ് ഇതുണ്ട്. അവിടേക്ക് നമ്മൾ പോകുന്നത്. പഴയ കൽക്കട്ടയിലെ ആ ഒരു ട്രാം ഈ ഒരു മുഖമുദ്രയായിരുന്നല്ലോ. അപ്പൊ അത് കാണാം നമുക്ക്. ഇവിടെ പല ലൈൻ കണ്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നുണ്ട് ട്രാമിന്റെ. ഇതിൽ നിന്നാണ് അപ്പൊ സ്റ്റാർട്ട് ചെയ്യുന്നത്. ട്രാം ടെർമിനസ് അത് നമുക്ക് നോക്കാം. അതിന്റെ ഞങ്ങളുടെ ട്രാമിന്റെ ലൈനിൽ കൂടെ തന്നെ നടക്കുന്നത്. ഇത് ട്രാം ക്രോസ് ചെയ്ത് നമ്മൾ ട്രെയിനിന്റെ റെയിൽവേ ലൈനൊക്കെ കാണുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ലൈനായിട്ട് ക്രോസ് ചെയ്തിരിക്കുന്ന സ്ഥലവും. ആരും ഇപ്പൊ പറഞ്ഞു ഇപ്പൊ ട്രാം ഒരു സർവീസ് വരാനുണ്ട്. അപ്പൊ അത് നമുക്ക് ഫുൾ വീഡിയോ പിടിക്കാം. അത് നിങ്ങളെ കാണിക്കാം. ഇങ്ങോട്ട് പോയി നോക്കുക. ഇപ്പൊ വരുമെന്ന് പറഞ്ഞു. നമ്മുടെ ട്രാം കടന്നു വരുന്നുണ്ട്. അതിന്റെ തൊട്ട് മുന്നില് ഒരു പോലീസ് വാൻ ഉണ്ടായിരുന്നു. അപ്പൊ അതിന് വേണ്ടി ഇതാണ് ഇലക്ട്രിക് ലൈനാണ്. രാജകീയ പ്രൗഢിയോടെ പഴയ ബ്രിട്ടീഷ് സംസ്കാരത്തിന്റെ സമയത്ത് തുടങ്ങിയ ഈ ട്രാം സർവീസ് അടുത്ത് നിന്ന് കാണാനുള്ള ആ ഒരു സൗഭാഗ്യം കിട്ടി. നമുക്ക് അത് നോക്കാം എങ്ങനെയാണ്. അപ്പൊ ഇപ്പോഴും ഇതില് ആള് കയറാനും പോകാനും ഒക്കെ ഉണ്ടെന്ന് അറിയുമ്പോൾ എനിക്ക് വളരെ അതിശയം തോന്നി. പ്രത്യേകിച്ച് മെട്രോ സർവീസ് ഒക്കെ തുടങ്ങിയ സമയമാണല്ലോ ഇപ്പോൾ. പക്ഷെ നമ്മളെപ്പോലെ അവരൊക്കെ ഒരു എക്സ്പീരിയൻസ് ഇതിൽ എടുക്കാൻ വന്നവരായിരിക്കാം, ആദ്യമായിട്ടായിരിക്കാം. ഞാൻ ചോദിച്ചിട്ട് അവരൊന്നും പറഞ്ഞില്ല. നിർമ്മിച്ചോടെ ആ വണ്ടി ഒരു ഗർജനം, സിംഹഗർജനം പോലെ മുന്നോട്ട് പോയിരിക്കും. അപ്പൊ ഇനി അത് അവിടെ കറങ്ങി ടെർമിനസ് എന്ന് പറയുന്ന സ്ഥലമാണ് കാണുന്നത്. അതിലെ കറങ്ങി തിരിച്ച് വരും. തിരിച്ചു വന്നിട്ട് അടുത്ത സർവീസ് പോകുമെന്നാണ് അറിയുന്നത്. നമുക്ക് തിരിച്ചു വന്നു നിന്ന് അതിലൊക്കെ കയറി നോക്കാം. ഒരു രസമുള്ള ഒരു അനുഭവമാണ്. അതങ്ങ് ദൂരെ നിന്ന് വരുന്നുണ്ട് കേട്ടോ. അതായത് കറങ്ങി തിരിഞ്ഞ് വരുന്നുണ്ട്. ഇലക്ട്രിക് ആണ് ഈ വണ്ടി. അപ്പൊ അത് വന്ന് നിൽക്കുകയാണ്. അടുത്ത സർവീസിനായിട്ട് ആൾക്കാർ കയറുമായിരിക്കാം. നോക്കാം നമുക്ക്. സാധാ ഓർഡിനറി AC नहीं. നമ്പർ 5 എസ്പ്ലനേഡ് ശ്യാം ബസാർ എന്നാണ് എഴുതിയിരിക്കുന്നത്. അവിടെ വരെയുള്ള റൂട്ടാണ്. ഇത് ആൾക്കാരൊക്കെ കയറുന്നുണ്ട്. അപ്പൊ നമുക്ക് ഒന്ന് കയറി നോക്കാം. അതിനകത്ത് കയറിയിട്ട് ടിക്കറ്റ് എടുത്താൽ മതി എന്നാണ് അറിയുന്നത്. അതായത് നമ്മൾ യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. അതായത് ഭാഗത്തൊന്ന് കാണിക്കാം നമുക്ക്. പ്ലാറ്റ്ഫോം ഒക്കെ ഫ്രണ്ട്ലിയാണ്. വളരെ ലോ പ്ലാറ്റ്ഫോം. സംഭവം നമ്മൾ മെട്രോയിലൊക്കെ കയറുന്ന പോലെ തന്നെയാണ്. പക്ഷെ അതിൽ കുറച്ചുകൂടെ സ്പേസ് കുറവാണ് ഇതിനകത്ത്. ഇവിടെ കുറച്ചുപേര് കയറി ഇരിക്കുന്നുണ്ട്. നമുക്ക് അവരോട് ചോദിച്ചു നോക്കാം, പരിചയപ്പെട്ട അവർ ഡെയിലി യാത്ര ചെയ്യുന്ന ടിക്കറ്റ് ചാർജ് എന്നൊക്കെ ഒന്ന് അറിയാൻ പറ്റും.
സീറ്റ് അതിനകത്തൊരു 35 പേര് ഇരിക്കും. ഞാൻ സീറ്റ് എണ്ണി നോക്കി ഏകദേശം അവരൊക്കെ ഇരിക്കും. പേരിയ്ക്കും തുറന്ന ആണ്, AC അല്ല, AC വേറെ ഉണ്ട്. എന്തായാലും ഞാൻ ഇവിടെ ഇരിക്കുന്നതിന് പൈസ കൊടുക്കണ്ടായല്ലോ. അപ്പം ശരി, നോക്കാം എന്തായാലും. അപ്പൊ മുന്നോട്ട് പോവാം. ആൾക്കാര് അവിടെ ഇരിപ്പുണ്ട്, നമുക്ക് ചോദിച്ചു നോക്കാം. सब वीडियो डालेंगे पूछ रहे हैं, सब वीडियो डालेंगे पूछ रहे हैं। डाल दे सर आज। आपके नाम बोलिए। शुभ नाम? शुभ नाम भूपेंद्र कुमार सिंह। अच्छा, भूपेंद्र कुमार सिंह। आप रोज डेली काम पर? ओ इधर पास है। एक्चुअली टिकट से जब समय मिला वो मैं वर्क कर। इसमें पास नहीं है ना, टिकट लेते। अच्छा, कितना टिकट है प्राइस? यहाँ से आपको सैन बाजार का 10 20 रुपया खर्चा करके आप अप एंड डाउन 10, 20, 5 रोज आप जाते हैं? ओके, लेकिन ये हाय कोई यात्रा नहीं करते हैं आजकल से। हम कोलकाता का जो पुराना चीज सब पकड़ रहे यूट्यूब चैनल। पहली बार बैठे हैं, डेली जाते हैं? पहली बार अच्छा, कैसा एक्सपीरियंस? अच्छा लगता है? पुराना ओल्ड इज गोल्ड। चलो, അങ്ങനെ അതിന്റെ വാതിക്കൽ നിന്ന് ഞങ്ങൾ ഒരു സെൽഫിയും എടുത്ത് അങ്ങനെ തിരിച്ചു പോകാനായിട്ടുണ്ട്. ബാക്കി വീണ്ടും കാണാം അടുത്ത വീഡിയോയുമായി വരുന്നവരെ. കൊൽക്കത്ത ട്രാം വിശേഷങ്ങൾ ഇവിടെ തീരുന്നില്ല. അടുത്ത വീഡിയോയിൽ ട്രാം മ്യൂസിയം ഉണ്ട്, അതിനകത്തിരുന്ന് കോഫി സ്നാക്സ് ഒക്കെ കഴിക്കാം. അതുമായി വരുന്നതുവരെ കാത്തിരിക്കുക. സ്റ്റേ ട്യൂൺഡ്. മുംബൈ മലയാളി.